ஐயா வணக்கம். സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിദ്ധാർത്ഥൻ എങ്ങനെയാണ് അവിടെ കൊലപ്പെട്ടത് എന്ന് പോലീസ് തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സിദ്ധാർത്ഥൻ പരസ്യ വിചാരണ നേരിട്ടു എന്നൊക്കെ നമ്മൾ അസന്നിഗ്ധമായിട്ട് പറഞ്ഞ കാര്യമാണ്. സിദ്ധാർത്ഥന്റെ കുടുംബം പറഞ്ഞുകൊണ്ടിരിക്കുന്നു സിദ്ധാർത്ഥനെതിരെ കള്ളപ്പരാതി കൊണ്ടുവന്നതാണെന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കള്ളപ്പരാതി സിദ്ധാർത്ഥനെ കൊണ്ട് സമ്മതിപ്പിച്ച് സിദ്ധാർത്ഥനെ കൊണ്ട് ക്ഷമാപണം നടത്തി സിദ്ധാർത്ഥൻ ഒരു വിദ്യാർത്ഥിനിയെ ആക്രമിച്ചു എന്നുള്ളതാണ് ആ കള്ളപ്പരാതി. അങ്ങനെ സിദ്ധാർത്ഥനെ കൊണ്ട് ക്ഷമാപണം നടത്തി വിവസ്ത്രനാക്കി സിദ്ധാർത്ഥനെ ക്രൂശിക്കുകയാണ് ചെയ്തത്. ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് നടന്നത് എന്നാണ് കേരള പോലീസ് പറയുന്നത്. ഇത് സിദ്ധാർത്ഥന്റെ കാര്യം. ഇനി അഭിമന്യുവിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ അഭിമന്യുവിന്റെ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് അഭിമന്യുവിന്റെ കേസ് വിചാരണ തുടങ്ങാനിരിക്കെ പല രേഖകളും കാണാതെ പോകുന്നു. നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പുതിയതായിട്ടുള്ള ഒരു സംഭവമല്ല ഇത്. LDF ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അത്തരത്തിൽ നടന്നൊരു കാര്യമാണ് പരുമല കോളേജിലെ സംഭവം എന്ന് പറയുന്നത്. വളരെ പ്രമാദമായിട്ടുള്ള ഒരു കേസായിരുന്നു പരുമല സംഭവം എന്ന് പറയുന്നത്. LDF എന്ന് പറയുന്ന മുന്നണി ഭരിക്കുമ്പോൾ EK നയനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് പരുമല DB കോളേജ്, അതായത് ദേവസ്വം ബോർഡ് കോളേജിൽ അവിടെ ABVP 1995 അനു എന്ന് പറയുന്ന ഒരു വ്യക്തി ABVPക്ക് വേണ്ടി ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നു. സ്വാഭാവികമായിട്ടും SFIയുടെ കുത്തകയായിട്ടുള്ള കോളേജിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ABVPയുടെ ഒരു ചെക്കൻ മത്സരിച്ച് മുന്നേറുമ്പോൾ അത് SFIക്ക് ഒരു ചൊറിച്ചിലുണ്ടാകും. അന്ന് മുതൽ SFI അവനെ നോട്ടമിട്ടിരുന്നു. ABVP പ്രവർത്തകർ അന്ന് മുതൽ ആ കോളേജിൽ മർദ്ദനത്തിന് ഇരയായിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം 1996 ABVP പ്രവർത്തകനായിട്ടുള്ള അനു വീണ്ടും മത്സരിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു. അങ്ങനെ വീണ്ടും മത്സരിക്കാൻ അനു അവിടെ നീക്കം നടത്തുമ്പോൾ SFI പ്രവർത്തകർ അവനെ കൊന്നുകളയാനായിട്ടാണ് അവിടെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ABVP പ്രവർത്തകർ കോളേജിലായിരിക്കുന്ന സമയത്ത് SFI പ്രവർത്തകരും DYFI പ്രവർത്തകരും പിന്നീട് ഇരച്ചെത്തുകയാണ്. 1996 സെപ്റ്റംബർ 17 അനുവിനെയും കൂട്ടുകാരെയും ഇവർ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. കമ്പുകളും കട്ടകളും ഇരുമ്പ് വടികളും ദണ്ഡകളും ഉപയോഗിച്ചാണ് അനുവിനെയും കൂട്ടുകാരനെയും മർദ്ദിക്കുന്നത്. പ്രാണരക്ഷാർത്ഥം അനുവും അനുവിന്റെ കൂടെ ഉണ്ടായിരുന്ന കിം കരുണാകരനും സുജിത്തും എന്ന് പറയുന്ന 3 പേരടങ്ങുന്ന 9 അംഗ സംഘം അവിടെ പമ്പാ നദിയിലേക്ക് എടുത്ത് ചാടുന്നു. പമ്പാ നദിയിലേക്ക് എടുത്ത് ഇവർ ചാടുമ്പോൾ അവിടെ SFI പ്രവർത്തകർ ഇവരെ കല്ലും കട്ടകളും കമ്പും എടുത്ത് എറിഞ്ഞ് പമ്പാ നദിയിൽ മുക്കിക്കൊല്ലുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് പരുമല കേസ് എന്ന് പറയുന്നത്. ഈ കേസിൽ പത്തനംതിട്ട ജുഡീഷ്യൽ കോടതിയുടെ വിധിയുണ്ട്. ആ കോടതി വിധിയിൽ കൃത്യമായി ഇങ്ങനെ പറയുന്നുണ്ട്, ഈ കേസ് നിഷ്പക്ഷമായല്ല അന്വേഷിച്ചിരിക്കുന്നത്. ഈ കേസിൽ 14 പ്രതികൾക്ക് പകരം വേറെ പ്രതികൾ തിരികെ കയറ്റപ്പെട്ടിട്ടുണ്ട്. അതായത് യഥാർത്ഥ പ്രതികളെ മാറ്റി നിർത്തിയിട്ട് വേറെ പ്രതികൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഡമ്മി പ്രതികൾ വന്നിട്ടുണ്ട്. പോലീസ് സത്യസന്ധമായിട്ടല്ല ഈ കേസ് അന്വേഷിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി ഈ കേസിൽ DYFI പ്രവർത്തകർ, അതായത് ആ കോളേജിൽ ഈ ആക്രമണം നടക്കുമ്പോൾ DYFI പ്രവർത്തകർ എങ്ങനെ അവിടെ വന്നു എന്ന് ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇനി കോടതിയുടെ ഒരു സുപ്രധാന നിരീക്ഷണം എന്ന് പറയുന്നത് പ്രോസിക്യൂഷന്റെ സകല തെളിവുകളും മാച്ച് പുതിയ തെളിവുകൾ ആഡ് ചെയ്ത് പ്രതികൾക്ക് ലൂപ്പ് ഹോളുകൾ രക്ഷപ്പെടാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ് കോടതി കൃത്യമായി നിരീക്ഷിച്ചിരിക്കുന്നത്. പത്തനംതിട്ട കോടതിയുടെ വിധിയിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ കോടതിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ കോടതിക്ക് ആകെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒപ്പം നിന്ന് കരയുക എന്നുള്ളത് മാത്രമാണ്. പോലീസ് നിഷ്പക്ഷമായി ഈ കേസ് അന്വേഷിച്ചിട്ടില്ല. പോലീസിനൊരു താക്കീതും കൂടെ കോടതി ഇതിൽ കൊടുത്തിട്ടുണ്ട്. പോലീസിനോട് കോടതി പറയുന്നത്, നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ പിണിയാളുകളല്ല, നിങ്ങൾ നിയമ സംരക്ഷണം ചെയ്യേണ്ട ആളുകളാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കേസ് TM ജേക്കബ് അന്ന് അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. TM ജേക്കബ് അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിച്ചപ്പോൾ TM ജേക്കബ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, 9 പേരാണ് സാർ നദിയിലേക്ക് എടുത്ത് ചാടിയത്. പമ്പാ നദിയിൽ 9 പേര് നദിയിലേക്ക് എടുത്ത് ചാടിയപ്പോൾ ആ നദിയിൽ മറുകരയുള്ള സ്ത്രീകൾ അവരവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ സാരികളും മറ്റും എറിഞ്ഞുകൊടുത്ത് അവരെ രക്ഷിക്കാനായിട്ട് ശ്രമം നടത്തിയപ്പോൾ SFI പ്രവർത്തകരും DYFI പ്രവർത്തകരും വന്ന് ഈ സ്ത്രീകളെ ആട്ടി ഓടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒന്നാമത്തെ കാര്യം, ഒരു പരുത്തിച്ചെടിയിൽ പിടിച്ച് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ച അനു എന്ന് പറയുന്ന ABVPയുടെ ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ തലയിലേക്ക് ഒരു കല്ലെടുത്ത് എറിഞ്ഞത് കൊണ്ടാണ് അനു വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോയത്. ആ കല്ലെടുത്ത് എറിഞ്ഞത് ആരാണെന്ന് കണ്ടുപിടിക്കണം സാർ എന്നും കൃത്യമായി TM ജേക്കബ് അടിയന്തര പ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സഭാരേഖകളിൽ കാണാവുന്ന കാര്യം മാത്രമാണ്. പോരാത്തതിന് ഇത് നിഷ്ഠൂരമായ കൊലയാണ് എന്നും
അടിയന്തര പ്രമേയത്തിൽ അന്ന് ഉന്നയിക്കപ്പെടുകയുണ്ടായി. അന്ന് EMS പറഞ്ഞൊരു പ്രതികരണമുണ്ട്, മരിച്ചത് RSSകാരല്ലേ, അതിന് ഓൻ എന്തിനാ ഇത്ര ബേജാറ് എന്നാണ് EMS അന്ന് പറഞ്ഞിരുന്നത്. അതായത് മരിച്ചത് RSSകാരായതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല, കൂടുതൽ ബേജാറടിക്കേണ്ട എന്നാണ് EMS പറഞ്ഞത്. ആ 14 പ്രതികളും ഇന്നും സമൂഹത്തിൽ വലിയ നിലയിൽ വിരാജിക്കുന്ന ആൾക്കാരാണ് എന്ന് നമ്മൾ ആലോചിക്കണം. പല നല്ല നിലയിലും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ പോലും ആ 14 പ്രതികളുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. ചോദിക്കുമ്പോൾ പ്രതികളെല്ലാം വെറുതെ വിട്ടു, സർക്കാർ ഒത്താശ ചെയ്തു, ഒരിക്കലും ഈ കേസിന്റെ ആൾക്കാർ ശിക്ഷിക്കപ്പെടരുത് എന്ന രീതിയിലാണ് ഈ കേസിന്റെ അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോയത്. ഹൈക്കോടതിയിൽ 2006 ഈ പത്തനംതിട്ട കോടതിയുടെ വിധിക്ക് അപ്പീൽ വന്നു. പക്ഷേ ഹൈക്കോടതിയും ആ വിധി ശരിവച്ചു. ആ വിധിപ്പകർപ്പ് കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന അനുവിന്റെ അച്ഛനെ ഇന്നും കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകരും ഓർക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ഇതാണ് പരിമല കേസ്. ഇതേ സമാനമായ രീതിയിലാണ് ഇപ്പോൾ അഭിമന്യുവിൻ്റെ കേസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളെ സംരക്ഷിക്കാനാണ് ഈ കോടതിയിൽ നിന്നും ഈ രേഖകൾ എടുത്തു മാറ്റിയത് എന്നുള്ള വലിയ രീതിയിലുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. പക്ഷെ ആരാണ് ഈ രേഖകൾ എടുത്തു മാറ്റിയത് എന്നുള്ളത് കൃത്യമായിട്ട് കോടതി കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം കണ്ടുപിടിക്കാൻ സാധിക്കും എന്നറിയില്ല, അത് വേറെ കാര്യമാണ്. സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ CBI അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. CBI അന്വേഷണം നടത്താമെന്നാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് കൊടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു നാടകം മാത്രമാണ് ഈ CBI അന്വേഷണത്തിന് ഉറപ്പ് കൊടുക്കേണ്ടി വരൽ എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. കാരണം CBI അന്വേഷണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചത്താലും സമ്മതിക്കാത്ത ഒരു കാര്യമാണ്. അങ്ങനെ പിണറായി വിജയൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉറപ്പ് പിണറായി പാലിക്കുമോ എന്ന് കണ്ടറിയണം. അതേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ പിണറായി CBI അന്വേഷണം നടത്താം എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അപ്പോൾ SFIക്ക് ഇതൊന്നും പുത്തരിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് മുതലേ തങ്ങളെ എതിർക്കുന്നവരെ കൊന്നു മുന്നേറിയ ഒരു പ്രസ്ഥാനമാണ് SFI എന്ന് പറയുന്നത്. ആട്ടിൻതോലിട്ട ചെന്നായ എന്നതുപോലെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, ഈ 3 കാര്യങ്ങളും ഈ SFIയുടെ ക്രൂരകൃത്യങ്ങളും ബീഭത്സമുഖവും മറയ്ക്കാനായിട്ട് അവരുടെ മുകളിൽ അണിയപ്പെട്ടിരിക്കുന്ന വെറുമൊരു മേലങ്കി മാത്രമാണ്. അപ്പോൾ ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.